PV Anwar MLA ഇന്ന് നിലമ്പൂരിൽ ജനങ്ങൾക്ക് മുന്നിൽ എത്തുന്ന ദിവസമാണ്. ആ ദിവസമാണ് ഇപ്പോൾ അൻവർ MLAക്കെതിരെ ഒരു കേസ് പോലീസ് സ്റ്റേഷൻ കറുകച്ചാലിൽ രജിസ്റ്റർ ചെയ്തത്. കോട്ടയത്താണ്. അത് ഗുരുതരമായിട്ടുള്ള കാര്യങ്ങൾ ഉന്നയിക്കുന്നു. പൊതുസുരക്ഷയെ ബാധിക്കുന്ന വിധത്തിൽ ഫോൺ ചോർത്തി അത് പ്രചരിപ്പിച്ചു ദൃശ്യമാധ്യമങ്ങളിലൂടെ എന്നുള്ളതാണ് കോട്ടയം കറുകച്ചാൽ പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസ്. പരാതിക്കാരൻ നെടുങ്കുന്നം തോമസ് പീലിയാനിക്കലാണ്. സ്വകാര്യതയുടെ ലംഘനം ചൂണ്ടിക്കാട്ടുന്നു ആ പരാതിയിൽ. CV അനുമോദ് തുടരുന്നുണ്ട്. അനുമോദ്, വലിയ തോതിൽ ചില നാടകങ്ങൾ അത് അണിയറയിൽ തയ്യാറായി വരുന്നുണ്ട്, തിരക്കഥകൾ ഒരുങ്ങുന്നുണ്ട് എന്നുള്ളതിന്റെ ആദ്യ സൂചന ഈ പൊതുസമ്മേളനത്തിന്റെ ദിവസം തന്നെ വരുന്നുണ്ട്. മറ്റൊന്ന്, ഇപ്പോൾ ഈ മാധ്യമപ്രവർത്തകൻ റഹ്മത്ത് അല്ല സൂചിപ്പിച്ചത് 10,000-ലധികം പേർ അൻവറിൽ നിന്ന് നേരിട്ട് കാര്യങ്ങൾ അറിയാൻ വേണ്ടി നിലമ്പൂരിലേക്ക് അത് വണ്ടി വിളിച്ച് ഒക്കെ എത്താനുള്ള അവിടെ ഏകോപനമൊക്കെ നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. റൈറ്റ്, ഞാൻ മുതലേക്ക് വരാൻ മുമ്പ് ഈ കേസിന്റെ വിശദാംശങ്ങൾ ശ്രീജിത്ത് നൽകും. ശ്രീജിത്ത്, ആരാണ് ഈ പരാതിക്കാരൻ? എൽദോ ലഭ്യമാകുന്ന വിവരമനുസരിച്ച് തോമസ് പീലിയാനിക്കൽ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം ഒരു പൊതുപ്രവർത്തകനാണ്. ഈ അൻവർ MLA നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഫോൺ ചോർത്തി എന്നുള്ള വാദം അദ്ദേഹം തന്നെ തുറന്ന് പറഞ്ഞിരുന്നു, വെളിപ്പെടുത്തൽ നടത്തിയിരുന്നു. ഇത് ഇങ്ങനെ ഫോൺ ചോർത്തുന്നത് തന്റെ കൂടി സ്വകാര്യതയെ ബാധിക്കുന്ന ഒരു വിഷയമാണ് എന്ന് ചൂണ്ടിക്കാട്ടിയാണ് തോമസ് പീലിയാനിക്കൽ ഇന്നലെ കറുകച്ചാൽ പോലീസ് സ്റ്റേഷനിൽ എത്തിയാണ് പരാതി നൽകിയത്. ഇദ്ദേഹം നെടുങ്കുന്നം സ്വദേശിയാണ്, കോട്ടയം ജില്ലയിൽ തന്നെ. ഇങ്ങനൊരു പരാതി വന്നാൽ സ്വാഭാവികമായും അത് അന്വേഷിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ കേസ് രജിസ്റ്റർ ചെയ്തത് എന്നാണ് പറയുന്നത്. നിലവിൽ ഈ കേസ് ഇവിടെ തന്നെ അന്വേഷിക്കും എന്നുള്ളതാണ്. സ്വാഭാവികമായും ഇനിയും പല കേസുകളും വരാനുള്ള സാധ്യതയുണ്ട്. കാരണം അൻവർ CPM-ൽ നിന്ന് പുറത്തായ സാഹചര്യത്തിൽ കൂടുതൽ ആളുകളൊക്കെ കേസ് കൊടുക്കാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ കേസുകൾ വന്നാൽ അതിന്റെ മുറയ്ക്ക് ഒരുപക്ഷെ തുടർ നടപടികൾ ഉണ്ടായേക്കാം. എന്തായാലും നിലവിൽ കോട്ടയം കറുകച്ചാൽ പോലീസാണ് കേസെടുത്തിരിക്കുന്നത്. ടെലികമ്മ്യൂണിക്കേഷൻ വകുപ്പ് പ്രകാരമുള്ള നിയമലംഘനങ്ങൾ ഉണ്ട്, അത് ചൂണ്ടിക്കാട്ടിയാണ് പരാതി നൽകിയിരിക്കുന്നത്. അത് പ്രകാരമാണ് കേസ് രജിസ്റ്റർ ചെയ്ത് FIR ഇട്ടിരിക്കുന്നത്. റൈറ്റ്, ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്. എന്താണെങ്കിലും പരാതിക്കാരൻ നെടുങ്കുന്നം തോമസ് പീലിയാനിക്കൽ എന്ന ആളാണ്. അദ്ദേഹം ഒരു പൊതുപ്രവർത്തകനാണ് എന്നാണ് ലഭ്യമാകുന്ന വിവരം. നെടുങ്കുന്നം സ്വദേശിയാണ് അദ്ദേഹത്തിന്റെ പരാതിയിലാണ് നിലവിൽ കേസ്. അനുമോദ്, ഈ കേസ് എടുക്കുന്നതും ഈ FIR രജിസ്റ്റർ ചെയ്തതൊക്കെ അതിനെ വളരെ ലഘൂകരിച്ച് കാണാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. ഈ നെടുങ്കുന്നം സ്വദേശിയായിട്ടുള്ള തോമസിന്റെ പരാതിയിൽ കോട്ടയത്ത് കറുകച്ചാലിൽ അൻവറിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ അതിനെ ഒരു സൂചനയെ കാണണ്ടേ? കഴിഞ്ഞ ദിവസം PC ജോർജ് കോട്ടയത്ത് വാർത്താ സമ്മേളനം നടത്തി സമാനമായ രീതിയിലുള്ള അഭിപ്രായങ്ങൾ അദ്ദേഹം പറഞ്ഞിരുന്നു. പക്ഷേ ഇതിൽ മറ്റൊരു കാര്യം കൂടി കാണേണ്ടതുണ്ട്. ഇത് അൻവറിനെതിരെ പരാതി നൽകുമ്പോൾ തന്നെ അതിന് പിന്നിൽ ആര് എന്ന ചോദ്യം, ഇത് പാർട്ടി അറിവോടെയാണോ അതോ പാർട്ടി പിന്തുണയോടെയാണോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ സ്വാഭാവികമായിട്ട് ഈ ഒരു ഘട്ടത്തിൽ ഉയരും. അൻവറിനെതിരെ അൻവർ തന്നെ പറയുന്നുണ്ട്, ഒരുപാട് ആരോപണങ്ങൾ ഉയർന്ന ഒരു സാഹചര്യമുണ്ട്. അയാളുടെ ജീവിതം തുറന്ന പുസ്തകമൊന്നുമല്ല. എനിക്കെതിരെ ഏത് തരത്തിലുള്ള ആരോപണങ്ങളും ആക്രമണങ്ങളും ഉയരാൻ സാധ്യതയുണ്ട്. പാർട്ടിയെ സംബന്ധിച്ച് അത്തരത്തിൽ കാര്യങ്ങൾ കുത്തിപ്പൊക്കുക എന്നുള്ളത് എത്ര എളുപ്പത്തിൽ ചെയ്യാൻ കഴിയുന്നൊരു കാര്യമാണ്. അത് അൻവറിൻ്റെ ഭൂമി കയ്യേറ്റമാവട്ടെ, പാർക്ക് വിഷയമാകട്ടെ, അത്തരത്തിൽ ഇപ്പോൾ അദ്ദേഹം വിചാരണയിൽ നിന്ന് നേരിടുന്ന മനാഫ് വധക്കേസാവട്ടെ, അങ്ങനെ അൻവറിനെ സംബന്ധിച്ച് പാർട്ടിക്ക് വേണമെങ്കിൽ ആക്രമിക്കാൻ കഴിയുന്ന ഒരുപാട് സാഹചര്യങ്ങളുണ്ട്. പക്ഷെ നിലവിൽ ഈ ഒരു ഫോൺ ചോർത്തൽ വിവരം അത് ഇപ്പോഴത്തെ ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വന്ന ഒരു വിവരത്തിന്റെ തുടർച്ചയായിട്ട് വേണം കാണുവാൻ. അതായത് നിലവിൽ അൻവർ ചോർത്തിയതിൽ ഒരു ഫോൺ മാത്രമാണ് പുറത്തുവിട്ടിട്ടുള്ളത്. അത് സുജിത് ദാസിന്റെ ഫോൺ സംഭാഷണമാണ്. സുജിത് ദാസിന്റെ ഫോൺ സംഭാഷണത്തിനൊഴികെ മറ്റ് ആരുടെയും ഫോൺ സംഭാഷണം അൻവർ പുറത്തുവിട്ടിട്ടില്ല. മറ്റൊരു പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു അൻവർ അവകാശപ്പെടുന്ന ഒരു ഫോൺ സംഭാഷണമാണ്. അത് ആരുടേതാണെന്ന് വ്യക്തമായിട്ടില്ല. അത് അൻവർ തന്നെ പറയുന്നുണ്ട് എഡിറ്റ് ചെയ്തതാണെന്ന്. അപ്പോൾ നിലവിൽ സുജിത് ദാസിന്റെ ഫോൺ സംഭാഷണം മാത്രമാണ് അൻവർ പുറത്തുവിട്ടിരിക്കുന്നത്. പക്ഷേ ഇത്തരത്തിലുള്ള കേസുകളൊക്കെ അൻവറിനെ സംബന്ധിച്ച് അയാളുടെ സ്വാധീനം കൂട്ടുകയാണ് ചെയ്യുക. കാരണം എനിക്കെതിരെ പോലീസ് കേസെടുക്കുന്നു എന്ന് പറയുമ്പോൾ അത് CPM എന്നെ ഭയപ്പെടുന്നു എന്നതിന്റെ തെളിവാണെന്ന് അൻവർ ഇനിയുള്ള ദിവസങ്ങളിൽ പറയും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു രക്തസാക്ഷി പരിവേഷത്തിലേക്ക് അൻവർ അവിടേക്ക് എത്തുകയും അൻവറിന്റെ ജനകീയത, ജനപിന്തുണ അത് കൂട്ടുകയും ചെയ്യും.
നിലവിലെ സാഹചര്യത്തിൽ ആധികാരികമല്ലാത്ത അൻവറിനെ കൃത്യമായിട്ട് കൊടുക്കാൻ കഴിയാത്ത കേസുകൾ പോലീസ് എടുക്കാൻ തുടങ്ങിയാൽ അത് അൻവറിനെ സംബന്ധിച്ച് രാഷ്ട്രീയമായിട്ട് ഗുണം ചെയ്യുന്ന ഒരു സാഹചര്യമായിരിക്കും ഉണ്ടാവുക. പാർട്ടിയോട് തെറ്റിപ്പിരിഞ്ഞതിൻ്റെ പക പോക്കുകയാണ് പോലീസിലൂടെ എന്ന് അൻവർ പറയുകയും പോലീസിലെ RSSകാരനതിന് പിന്നിൽ നിന്ന് അൻവർ ആരോപിക്കുകയും അത്തരത്തിൽ അൻവർ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാണെന്ന് അൻവർ സ്ഥാപിക്കാൻ ശ്രമിക്കുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം കൂടി ഇതിൻ്റെ പുറകിലുണ്ട് എന്നതുകൂടി നമ്മൾ വിലയിരുത്തേണ്ടതുണ്ട്. നിലവിലെ ഒരു അവസ്ഥ അൻവറിനെ സംബന്ധിച്ച് തനിക്കെതിരെ നടപടി എടുക്കുമ്പോൾ അത് രാഷ്ട്രീയ ആയുധമാക്കി സർക്കാരിനെതിരെയും ഇടതുപക്ഷത്തിനെതിരെയും ഉപയോഗിക്കാൻ കഴിയുന്ന സാഹചര്യമാണ് എന്നുള്ളതാണ്. അപ്പോൾ കേസുകൾ എടുക്കട്ടെ എന്ന് അൻവർ പറയുന്നതിൻ്റെ കാരണവും അതിൻ്റെ രാഷ്ട്രീയമായിട്ട് അതിനെ ഉപയോഗിക്കാൻ കഴിയുമെന്നുള്ള കണക്കുകൂട്ടൽ കൊണ്ട് തന്നെയാണ്. എന്താണെങ്കിലും അൻവർ ഒറ്റയ്ക്കാകില്ല എന്ന കാര്യത്തിൽ അൻവറിന് ശുഭപ്രതീക്ഷയാണുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിലമ്പൂരിൽ അൻവർ ഉണ്ടാക്കിയെടുത്ത ഒരു സ്വാധീനമുണ്ട്. അത് പാർട്ടിക്ക് അപ്പുറത്തുള്ളതാണ്. അതിൽ എത്രമാത്രം പാർട്ടി പ്രവർത്തകർ ഈ വിലക്ക് ലംഘിച്ചു വരും എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. അങ്ങനെ അൻവറിന് പിന്നിൽ ഒരു വലിയ സംഘം അണിനിരക്കുകയാണെങ്കിൽ സമാന സ്വഭാവത്തിൽ മലപ്പുറത്തെ മറ്റു മണ്ഡലങ്ങളിലും ഈ പ്രവർത്തനം തുടങ്ങിയാൽ മലപ്പുറത്തെ പാർട്ടിക്ക് അത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സാഹചര്യം ഉണ്ടാക്കും. അതിൽ എത്ര പേർ പിന്തുണയ്ക്കും, എത്ര പേർ അൻവറിനൊപ്പം നിൽക്കും, എത്ര പേർ അൻവറിൻ്റെ ഗുണം പറ്റും, എത്ര പേർ അൻവർ ഇങ്ങനെ പ്രവർത്തിക്കുന്നത് കൊണ്ട് മറുവിഭാഗത്തിൽ രക്ഷപ്പെട്ടു പോകും എന്നുള്ളതൊക്കെ കണ്ടറിയേണ്ട കാര്യമാണ്. നിലവിലെ സാഹചര്യത്തിൽ കേസുകൾ എടുക്കുന്നത് അൻവർ രാഷ്ട്രീയ പ്രേരിതമായിട്ടാണെന്ന് അൻവർ ആരോപിക്കുകയും അത് ഉപയോഗിക്കാനും തന്നെയാണ് സാധ്യത കാണുന്നത്. അൻവർ അതിലും എന്തെങ്കിലും ഗുണഫലം തനിക്ക് അനുകൂലമായിട്ട് ഉണ്ടാക്കുകയും അൻവറിന് കയ്യിൽ കിട്ടുന്ന വടിയാകുമോ എന്നുള്ളതാണ് കാത്തിരുന്ന് അറിയേണ്ടത്. എന്നാലും അത് രാഷ്ട്രീയ ആക്രമണമാണ് എന്നുള്ള തരത്തിൽ അൻവർ സ്വാഭാവികമായും പ്രതികരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. എന്നാലും ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് ആ കേസ് വരുന്നത് എന്നുകൂടി പ്രത്യേകം ഓർക്കണം.